നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒഫൻസസ് അഗൈൻസ്റ്റ് ബോഡി എന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് സെക്ഷനുകളാണ് നമ്മൾ പഠിച്ചത്. പതിവ് പോലെ തന്നെ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു 4-5 സെക്ഷനുകൾ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ്? അത് 326A എന്ന് പറയുന്ന സെക്ഷനാണ്. എന്താണ് 326A എന്ന സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ സെക്ഷൻ 124 സബ് ക്ലോസ് 1 ആണ്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 124 സബ് ക്ലോസ് 1 പെടുത്തിയിരിക്കുന്നതും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 326A പെടുത്തിയിരിക്കുന്നതും എന്താണ്? അത് മറ്റൊന്നുമല്ല, വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹർട്ട് ബൈ യൂസ് ഓഫ് ആസിഡ് എക്സെട്ര. ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിക്കുന്ന പ്രക്രിയ. ആസിഡ് ആക്രമണം മൂലം ആൾക്ക് ചിലപ്പോൾ മരണം സംഭവിക്കാം, അതല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വൈകൃതങ്ങളും വൈകല്യങ്ങളും സംഭവിക്കാം, ചിലപ്പോൾ ജീവച്ഛവം പോലും ആയി വരാം. നമ്മൾ പത്രങ്ങളിലേക്ക് കാണുന്നതാണ് ധാരാളം ആസിഡ് ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? അപ്പോൾ വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹർട്ട് ബൈ യൂസ് ഓഫ് ആസിഡ് എക്സെട്ര, ആസിഡ് മുതലായവ ഉപയോഗിച്ചുകൊണ്ട് ഉപദ്രവിക്കുന്ന പ്രക്രിയയാണ്. അതായത് ഒരാൾ സ്ഥിരമായിട്ട് ജീവച്ഛവമാക്കുന്ന പ്രക്രിയ. അതാണ് IPC സെക്ഷൻ 326A പ്രതിപാദിക്കുന്നത്. ഇതിന് ശിക്ഷയുണ്ട്. എത്രയാണ് ശിക്ഷ? 10 വർഷം കഠിന തടവ്, അതേപോലെ പിഴയാണ്. 10 വർഷം കഠിന തടവും പിഴയിൽ ലഭിക്കുന്ന ശിക്ഷയാണ്. ജാമ്യമില്ലാത്ത ഒരു കുറ്റമാണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. പിന്നെയോ, ഈ ഒരു വ്യക്തിയെ ശിക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും പിഴ ഈടാക്കും. അങ്ങനെ ഈടാക്കുന്ന പിഴ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തിക്കാണ് നൽകുന്നത്. ഇപ്പോൾ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തിക്കാണ് ഇത് നൽകുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഏതാണ് എന്ന് നോക്കാം. അടുത്ത സെക്ഷനാണ് 326B ആണ്. ഇന്ത്യൻ പീനൽ കോഡിലെ 326B എന്ന സെക്ഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതെന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിത, അതിലാണെങ്കിൽ സെക്ഷൻ 124 സബ് ക്ലോസ് 2 ആണ്, അല്ലേ? ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 124 സബ് ക്ലോസ് 2 ആണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം നോക്കാം. എന്താണ്? വോളണ്ടറിലി ത്രോവിങ് ഓർ അറ്റംപ്റ്റിങ് ത്രൂ ആസിഡ് ആണ്, അല്ലേ? വോളണ്ടറിലി ത്രോവിങ് ഓർ അറ്റംപ്റ്റിങ് ടു ത്രോ ആസിഡ് എന്ന് വെച്ചാൽ മറ്റൊരാളുടെ നേർക്ക് ആസിഡ് ബോധപൂർവം വലിച്ചെറിയുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് ആസിഡ് ആക്രമണം തന്നെയാണ്. അപ്പോൾ ബോധപൂർവം മറ്റൊരാളുടെ നേർക്ക് ആസിഡ് വലിച്ചെറിയുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ശിക്ഷയുണ്ട്. എത്രയാണ്? 5 വർഷം തടവാണ്, അല്ലെ? 5 വർഷം തടവാണ് ഇവിടുത്തെ ശിക്ഷ. അപ്പം 5 വർഷം തടയാണ്, അതേപോലെ നോൺ ബെയിലബിൾ ഒഫൻസുമാണ്. 5 വർഷം കഠിനമായിട്ടുള്ള തടവുണ്ട്, അതേപോലെ നോൺ ബെയിലബിൾ ഒഫൻസുമാണ് ഈ ഒരു ശിക്ഷ. അപ്പോൾ വോളണ്ടറിലി ത്രോവിങ് ഓർ അറ്റംപ്റ്റിങ് ടു ത്രോ ആസിഡ് ആണ്. മറ്റൊരാളുടെ നേർക്ക് ആസിഡ് വലിച്ചെറിയുന്ന പ്രവൃത്തിയാണ്. 5 വർഷം പിഴയും തടവും ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ 5 വർഷം തടവും പിഴയും ലഭിക്കുന്നതാണ്. അതേപോലെ നോൺ ബെയിലബിൾ ഒഫൻസുമാണ് ഈ ഒരു കുറ്റം എന്ന് പറയുന്നത്. ഇനി ഇത് IPC സെക്ഷൻ അടുത്തതാണ്, അല്ലേ? IPC സെക്ഷൻ 336 എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? IPC സെക്ഷൻ 336. അതേപോലെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ സെക്ഷൻ 125. IPC സെക്ഷൻ 336 എന്ന് പറയുന്നു. അത് ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ BNS 125. എന്താണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? ആൻ ആക്ട് എൻഡേഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ്. അതായത് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതം, അതേപോലെ തന്നെ അവരുടെ സുരക്ഷ, അവരുടെ മൊത്തത്തിലുള്ള ജീവിക്കുവാനുള്ള അവകാശം എന്നിവയെല്ലാം ഹനിക്കുന്ന തരത്തിൽ നമ്മളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ മുതലായ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ആക്ട് എൻഡേഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പേഴ്സണൽ സേഫ്റ്റി, മറ്റുള്ളവരുടെ ജീവൻ, ഇവയ്ക്ക് അപകടം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളയാളിനെ ശിക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണെങ്കിൽ അത് 3 മാസത്തേക്ക് തടവുണ്ട്, അതേപോലെ 250 രൂപ പിഴയുമാണുള്ളത്. IPC പ്രകാരം 3 മാസത്തേക്ക് തടവും 250 രൂപ പിഴയുമാണ് ഇവിടെയുള്ളത്. പിന്നെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിലോ തടവ് 3 മാസം തന്നെയാണ്, പക്ഷെ പിഴ എന്ന് പറയുന്നത് 2500 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കുക, അല്ലേ?
ഇനി വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ. ഒഫൻസസ് അഗൈൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന സെഗ്മെന്റിലെ IPC സെക്ഷൻ 337 ആണ്. IPC സെക്ഷൻ 337 അഥവാ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 125 സബ്ക്ലോസ് എ അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 125 സബ്ക്ലോസ് എ ആണ് ഭാരതീയ ന്യായ സംഹിതയിലുള്ളത്. അതെന്തിനെ പറ്റിയാണ് അവ പ്രതിപാദിക്കുന്നത്? അത് പറയുന്ന കാര്യം ഇത്രയേ കോസിങ് ഹർട്ട് ബൈ ആക്ട് എൻഡേഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ്. ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷയാണ് IPC സെക്ഷൻ 337 പ്രതിപാദിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 125A സബ്ക്ലോസ് അതാണ് ഇവിടെ പറയുന്നത്. ഇതിനൊരു ശിക്ഷയുണ്ട്. അതാണ് IPC 6 മാസം തടവ് 500 രൂപ പിഴയാണ് അല്ലെ. 6 മാസം തടവും 500 രൂപ പിഴയുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെയിം തന്നെ ശിക്ഷയുടെ കാലയളവിൽ വ്യത്യാസമൊന്നുമില്ല ഭാരതീയ ന്യായ സംഹിതയിൽ. പക്ഷേ പിഴ എന്ന് പറയുന്നത് 5000 രൂപയാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ അടുത്ത ഒരു IPC സെക്ഷൻ ഉണ്ട്. അടുത്ത IPC സെക്ഷൻ എന്ന് പറയുന്നത് 338 ആണ്. അത് ഭാരതീയ ന്യായ സംഹിതയിൽ പെടുത്തിയിരിക്കുന്നത് സബ്ക്ലോസ് 125B ആണ്. IPC 338 ഭാരതീയ ന്യായ സംഹിതയിലെ സബ്ക്ലോസ് 125B എന്താണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്? കോസിങ് ഗ്രീവൻസസ് ഹർട്ട് ബൈ ആക്ട് എൻഡേഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ് ആണ് അല്ലേ. കോസിങ് ഗ്രീവൻസസ് ഹർട്ട് ബൈ ആക്ട് എൻഡേഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും ജീവനും അപകടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ് ഇവിടെ പറയുന്നത് അല്ലേ. കരുതിക്കുട്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ആ പ്രവൃത്തി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കുള്ള ശിക്ഷയാണ് പറയുന്നത്. IPC പ്രകാരം 2 വർഷത്തെ തടവും 1000 രൂപ പിഴയുമാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം അത് 3 വർഷത്തെ തടവും 10000 രൂപ പിഴയുമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് നമുക്ക് നൽകുന്ന ചോദ്യങ്ങളിൽ ഈ ഒരു മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.